ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ് വീണ്ടും വന്നിരിക്കുന്നത്. അതായത് സൗണ്ട് വേവ് എന്നുള്ള ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പൊ ഒന്നുമില്ലടാ, ശ്രദ്ധിക്കുക. അഗൈൻ വെൽക്കം ബാക്ക് ടു PMS ക്ലാസ്സസ്. അപ്പൊ നോക്കണേടാ, നമ്മളെ ക്വസ്റ്റ്യൻ ഇതാണ്. ഓൾറെഡി ഒരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് നമ്മൾ ചെയ്ത് കഴിഞ്ഞ്. ഇനിയുള്ള ക്വസ്റ്റ്യൻ ഇതാണ്, ശ്രദ്ധിക്കണേ. ക്ലാസിഫൈ ദ ഫോളോയിങ് ഐറ്റംസ് ഫ്രം ദി ലിസ്റ്റ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. അവിടെ 4 ഓപ്ഷൻ ഉണ്ട്. ഈ 4 ഓപ്ഷനെ 2 ബോക്സിലാക്കി മാറ്റിയതാണ്. നമ്മളെ കയ്യിൽ ബോക്സിൽ ഫസ്റ്റ് ബോക്സിന്റെ ഹെഡിങ് എന്താടാ? ഇലക്ട്രോ മാഗ്നറ്റിക് വേവാ. സെക്കൻഡ് ബോക്സിന്റെ ഹെഡിങ് എന്താടാ? മെക്കാനിക്കൽ വേവാ. രണ്ടിന്റെ ഡിഫറൻസ് നമുക്ക് അറിയാം അല്ലേ? എടാ, മെക്കാനിക്കൽ വേവ് എന്ന് വെച്ചാൽ ട്രാവൽ ചെയ്യാൻ മീഡിയം നിർബന്ധമായിട്ടുള്ള വേവാ. മീഡിയം ഉണ്ടെങ്കിൽ മാത്രമേ ട്രാവൽ ചെയ്യുള്ളൂ. ആ ടൈപ്പ് വേവിനെ നമ്മൾ എന്ത് വിളിക്കുക? മെക്കാനിക്കൽ വേവ് എന്ന് വിളിക്കുക. ബെസ്റ്റ് എക്സാമ്പിള് വേവ്സ് ഓൺ എ സ്ട്രിങ്ങാ. അവിടെ സ്ട്രിങ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്തുണ്ടാവുള്ളൂ? വേവ് ഉണ്ടാവുള്ളൂ അല്ലെ? റിപ്പിൾസ് ഓൺ വാട്ടർ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ റിപ്പിൾസ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ട്രാവൽ ചെയ്യാൻ മീഡിയം നിർബന്ധമായിട്ടുള്ള വേവിനെ നമ്മൾ എന്ത് വിളിക്കൂ? മെക്കാനിക്കൽ വേവാ. ഇനി ട്രാവൽ ചെയ്യാൻ മീഡിയം നിർബന്ധം ഇല്ലടാ, അവൻ ഉണ്ടെങ്കിലും പോവും, ഇല്ലെങ്കിലും പോവും. ആ ടൈപ്പ് വേവിനെ നമ്മൾ എന്ത് വിളിക്കുക? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് വിളിക്കുക. അപ്പൊ ശ്രദ്ധിക്കണേ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവും മെക്കാനിക്കൽ വേവും ആയിട്ടാണ് ഇവിടെ ക്ലാസിഫൈ ചെയ്യേണ്ടത്. നിങ്ങൾ പറഞ്ഞോ, റേഡിയോ വേവിന് ട്രാവൽ ചെയ്യാൻ മീഡിയം നിർബന്ധം ഉണ്ടോ? ഒരു നിർബന്ധവും ഇല്ല. അവ മീഡിയം ഉണ്ടെങ്കിലും പോവും, ഇല്ലെങ്കിലും പോവും. അങ്ങനെയാണ് ഇവിടെ എഴുതാൻ പറ്റും. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന് എക്സാമ്പിൾ ആണ് ആരടാ? റേഡിയോ വേവ്. ഇനി സൗണ്ട് വേവ് അല്ലെ? ഞാനിപ്പോ ഉണ്ടാക്കുന്ന സൗണ്ട്, ഞാൻ ഇവിടുന്ന് കാ എന്ന് പറഞ്ഞൊരു സൗണ്ട് ഉണ്ടാക്കിയാൽ, ഞാനിപ്പോ കാക്കാന്ന് പറഞ്ഞാൽ കേൾക്കണ ഇവിടെ എന്ത് വേണം? എയർ വേണം. മീഡിയം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചങ്ങായി ട്രാവൽ ചെയ്യുള്ളൂ. ഞാനിപ്പോ ചന്ദ്രനിൽ പോയിട്ടോ ഫ്രീ സ്പേസ് പോയിട്ടോ സംസാരിച്ചാൽ ഒരിക്കലും പരസ്പരം കേൾക്കൂല. കാരണം അവിടെ എന്തില്ല? മീഡിയം ഇല്ല. നമ്മൾ എന്താക്കണം? ഒരു വയറോ മറ്റോ ഉപയോഗിക്കേണ്ടി വരും അല്ലെ? അങ്ങനെ മീഡിയം നിർബന്ധമുള്ള വേവിനാ മെക്കാനിക്കൽ വേവ് ആണ്. അപ്പൊ എനിക്ക് എഴുതാൻ പറ്റും സൗണ്ട് വേവ് എന്തിന് എക്സാമ്പിൾ ആടാ? മെക്കാനിക്കൽ വേവിന് എക്സാമ്പിളാ. ഇനി സീസ്മിക് വേവ്, ഭൂകമ്പോ സുനാമി ഒക്കെ ഉണ്ടാവുമ്പോ എർത്തിന്റെ ക്രസ്റ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേഷൻ ഉണ്ടാകുന്നുള്ള വേവ് ആണ് എന്ത്? സീസ്മിക് വേവ്. അവിടെ എന്ത് വേണം? മാറ്റർ വേണം. അപ്പൊ സീസ്മിക് വേവ് എന്തിന് എക്സാമ്പിളാ? നമ്മുടെ മെക്കാനിക്കൽ വേവിന് എക്സാമ്പിളാ. ഇനി ഫൈനലി ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞ കാര്യം, വേവ്സ് ഓൺ എ സ്ട്രിങ്, ഈ ചങ്ങായി ആയിരിക്കും എക്സാമ്പിളാ? മെക്കാനിക്കൽ വേവിന് എക്സാമ്പിളാ. ആര് മാത്രമേ ഇവിടെ ഉള്ളൂ? റേഡിയോ വേവ് മാത്രമേ ആർക്കായിട്ട് എക്സാമ്പിൾ ഉള്ളൂടാ? നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനായിട്ട് ഇവിടെ എക്സാമ്പിൾ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇവര് മൂന്നാൾ എന്ത് എക്സാമ്പിളാ? മെക്കാനിക്കൽ വേവ്, റേഡിയോ വേവ് ആര് എക്സാമ്പിൾ? ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ എക്സാമ്പിൾ. ഇങ്ങനെ എക്സാമിൽ ചോദിക്കാം. സിമ്പിൾ എക്സാം ആണെങ്കിൽ നമ്മളൊന്ന് കൂളാക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഗിവ് റീസൺ ഫോർ ദി ഫോളോയിങ്. ഇത് എളുപ്പ അല്ലെ? സീലിംഗ്സ് ഇൻ ഹാൾസ് ആർ കൺസ്ട്രക്റ്റഡ് ഇൻ എ ആർച്ച്ഡ് ഷേപ്പ്. അല്ലെ, നമ്മളിപ്പോ സിനിമ തിയേറ്ററോ അല്ലെങ്കിൽ വലിയ ഹാള് അല്ലെങ്കിൽ എന്താ ഒരു ഓഡിറ്റോറിയം ഒക്കെ നോക്കി ഇങ്ങനെ ആർച്ച്ഡ് ഷേപ്പിലാണ് എന്താക്കുക? സീലിംഗ് നിർമ്മിക്കുക. അതിന്റെ റീസൺ എന്താ? നമുക്ക് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ കുറക്കണം. അല്ലെങ്കിൽ എന്താണ്? സൗണ്ട് എല്ലാ ഭാഗത്തും റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട് ഒരേപോലെ എത്തിക്കണം. അല്ലെങ്കിൽ റിവർബറേഷൻ ഒഴിവാക്കണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സീലിംഗ് എന്തായിട്ട് ഇതാക്കുന്നത്? ആർച്ച്ഡ് ഷേപ്പിൽ എന്താക്കുന്നത്? കൺസ്ട്രക്ട് ചെയ്യുന്നത് അല്ലേ? സൗണ്ട് എല്ലാ ഭാഗത്തും റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട് ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പാടുണ്ടോ? ഒരു പോയിന്റ് കോൺസെൻട്രേറ്റ് ചെയ്താൽ എന്താ? റിവർബറേഷൻ ഉണ്ടാവുക. അപ്പൊ ആ റിവർബറേഷൻ എന്നുള്ള ഫിനോമിന ഒഴിവാക്കണം. സൗണ്ട് യൂണിഫോം ആയിട്ട് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട് എന്താക്കണം? ഈക്വൽ ആയിട്ട് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ടാണ് സീലിംഗ് നമ്മൾ ഏത് ഷേപ്പിൽ ഉപയോഗിക്കുന്നത്? ആർച്ച് ഷേപ്പില് നമ്മൾ എന്താക്കുന്നതാ? കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പൊ എന്താണ്? ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറയാം, അവോയ്ഡ് റിവർബറേഷൻ പറയാം. അല്ലെങ്കിൽ എന്ത് പറയാം? സൗണ്ട് നമുക്ക് ഈക്വൽ ആയിട്ട് എന്താക്കണം? എല്ലാ ഭാഗത്തും എത്തിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്താക്കുക? ആർച്ച്ഡ് ഷേപ്പിൽ നിർബന്ധിക്കുന്നത്. ശ്രദ്ധിക്കണേ, വിൻഡോസ് വൈബ്രേറ്റ് വെൻ ദർ ഈസ് എ തണ്ടർ അല്ലെ? അപ്പൊ ഇടി ഉണ്ടാകുമ്പോൾ എന്താന്ന്? വീട്ടിലെ ജനലൊക്കെ എന്താകുന്നുണ്ട്? ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താകുന്നുണ്ട്? വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? നമ്മളിപ്പോ കണ്ടതാണ്. ഇപ്പൊ തൃശ്ശൂർ പൂരത്തിന്റെ സമയത്ത് എന്തായിട്ടുണ്ട്? ആ തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് അപകടം ഉണ്ടായ സമയത്ത് അടുത്തുള്ള വീട്ടിലെ ജനലൊക്കെ എന്തായിട്ടുണ്ട്? ഓസിലേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? വൈബ്രേറ്റ് ചെയ്ത് ജനലൊക്കെ പൊട്ടിയ കഥകളൊക്കെ നമ്മൾ പേപ്പറിൽ കണ്ടതാണ് അല്ലെ? അപ്പൊ എന്താണ്? അവിടെ വെടിക്കെട്ട് ഉണ്ടായത് കൊണ്ടാണ് ജനൽ ചില്ല് എന്തായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വൈബ്രേറ്റ് ചെയ്ത് പൊട്ടിയത്. അതേപോലെ ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനല് അങ്ങോട്ടും ഇങ്ങോട്ടും വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇടിമിന്നൽ കാരണമാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരാൾ കാരണം ഉണ്ടാകുന്ന വൈബ്രേഷൻ നമ്മൾ പറഞ്ഞ ടേം ഓർമ്മണ്ടാ? അതിനെന്താ വിളിക്കുക? ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. ഒരു ചങ്ങായി കാരണം വേറൊരാൾ വൈബ്രേറ്റ് ചെയ്യുന്ന നമ്മൾ എന്താ വിളിക്കല്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ? ഫോഴ്സ്ഡ് വൈബ്രേഷനാ. ഇവിടെ റിവർബറേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ എന്താണ്? യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സൗണ്ട് എന്ന് പറയാം. ടു അവോയ്ഡ് റിവർബറേഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ എന്താണ്? ഫസ്റ്റിൽ തന്നെ ആൻസർ ആണ് പറഞ്ഞത്. ഏതാ വിട്ടുപോയിട്ടുണ്ട്? അവോയ്ഡ് റിവർബറേഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് പറഞ്ഞു കൊടുക്കണം? ടു യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എന്താണ്? സൗണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ആർക്ക് ഷേപ്പ് കൊടുക്കുന്നത്. ഇനി ഫ്ലോർ ആൻഡ് വാൾസ് ഓഫ് എ ഓഡിറ്റോറിയം ആർ മെയ്ഡ് റഫ്
അല്ലെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ പോയാൽ എന്താക്കണം, ചുമരൊക്കെ കുറച്ച് റഫായിട്ടുള്ള ഇതാ കൊടുക്കുക, വർക്കാ കൊടുക്കുക അല്ലെ. അതിന്റെ കാരണം എന്താ, അവിടെ എന്ത് കുറക്കാൻ വേണ്ടിയിട്ടാണ്, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ടാണ്. മിനുസുള്ള സൗണ്ട്, മിനുസുള്ള സർഫസ് ആണെങ്കിൽ ഒരുപാട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും സൗണ്ട് എന്താവും, റിഫ്ലക്ട് ചെയ്യും. അപ്പൊ എന്താ, നമുക്ക് നോയ്സ് ആയിട്ട് ഫീൽ ചെയ്യും. ഒരുപാട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും റിഫ്ലക്ഷൻ സംഭവിച്ചാൽ ആ റിഫ്ലക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ട്, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഇതാക്കുന്നത്, റഫ് സർഫസ് ഉപയോഗിക്കുന്നത്. അപ്പൊ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ടു ഡിക്രീസ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എഴുതിയാൽ മതി. മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്താക്കണം, കുറയ്ക്കണം. മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താക്കുന്നത്, ഫ്ലോറും വോളൊക്കെ എന്താക്കുന്നത്, ഓഡിറ്റോറിയത്തിന് റഫാക്കി വെക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കണേ, സോൾജിയേഴ്സ് ആർ നോട്ട് അലൗഡ് ടു മാർച്ച് ഓൺ സസ്പെൻഷൻ ബ്രിഡ്ജസ്. നമ്മൾ പറഞ്ഞത് അവസാനം പറഞ്ഞ കൺസെപ്റ്റ് അല്ലെ, റെസണൻസ് എന്നുള്ള പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട് അല്ലെ. ആ റെസണൻസ് ഫിനോമിന ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സോൾജിയേഴ്സിനോട് നമ്മൾ എന്ത് പറയുന്നത്, സോൾജിയേഴ്സിനോട് മാർച്ച് പാസ് ചെയ്യാൻ പാടില്ല എന്ന് പറയും അല്ലെ. അതായത് ഈ ഓസിലേറ്റ് ചെയ്യുന്ന ബ്രിഡ്ജസിൽ അല്ലെങ്കിൽ എന്താണ് നമ്മൾ എന്താ പറയുക, സസ്പെൻഷൻ ബ്രിഡ്ജസ് അല്ലെങ്കിൽ തൂക്കുപാലം എന്ന് പറയും. ഈ തൂക്കുപാലത്ത് കൂടി പോകുമ്പോൾ സോൾജിയേഴ്സിനോട് മാർച്ച് പാസ് ചെയ്യാൻ പാടില്ല എന്ന് പറയും. കാരണം എന്താ, ഈ തൂക്കുപാലം ഓൾറെഡി അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഫ്രീക്വൻസിയും പട്ടാളക്കാരുടെ ബൂട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വന്ന് അടിക്കുകയാണ്. ആ റിപ്പീറ്റഡ് മോഷന്റെ ഫ്രീക്വൻസി സെയിം ആയാൽ ഒരു പക്ഷേ അവ എന്തിലെത്താൻ ചാൻസ് ഉണ്ട്, റെസണൻസിൽ എത്താൻ ചാൻസ് ഉണ്ട്. നമ്മൾ പറഞ്ഞ റെസണൻസിൽ എത്താൻ രണ്ടാളെ ഫ്രീക്വൻസി സെയിം ആണ് അല്ലെ. അപ്പൊ ഓൾറെഡി നമ്മുടെ തൂക്കുപാലം അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ, നമ്മളെ സസ്പെൻഷൻ ബ്രിഡ്ജസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് ഓസിലേക്കും, അതിനൊരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസിയും പട്ടാളക്കാരെ ബൂട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുമ്പോഴുള്ള ആ ഫ്രീക്വൻസി സെയിം ആയാൽ ഇവൻ എന്തിലേക്ക് വരാൻ ചാൻസ് ഉണ്ടടാ, റെസണൻസിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. റെസണൻസിൽ വന്നാൽ നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ആംപ്ലിറ്റ്യൂഡിൽ എന്താവും, ഓസിലേറ്റ് ചെയ്യും. അത് കുറക്കാൻ വേണ്ടിയിട്ടാണ്, ആ റെസണൻസ് എന്നുള്ള ഫിനോമിന ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, സോൾജിയേഴ്സിനോട് സസ്പെൻഷൻ ബ്രിഡ്ജസിൽ മാർച്ച് പാസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പൊ എന്ത് എഴുതി കൊടുത്താൽ മതി, ടു അവോയ്ഡ് റെസണൻസ് ഫിനോമിന എന്ന് എഴുതിയാൽ തന്നെ ഫുൾ മാർക്ക്. അല്ലെങ്കിൽ ആ റെസണൻസ് ഉള്ള വേർഡ് അവിടെ വന്നാൽ മതി. ഇവിടെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്നുള്ള വേർഡ് വേണം, ഇവിടെ ഫോഴ്സ്ഡ് വൈബ്രേഷൻ വേണം, ഇവിടെ റിവർബറേഷൻ എന്ന് വേണം, അല്ലെങ്കിൽ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സൗണ്ട് എന്ന് വേണം. എന്നാലേ അവിടെ എന്ത് വരുള്ളൂ, നമ്മളെ മാർക്ക് വരൂ. ഓക്കെ, അങ്ങനെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം ഏടാ, 9ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ടൈപ്പ് ഓഫ് വേവ് ഈസ് പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് എർത്ത് ക്വൈറ്റ്. അല്ലെ, ഈ ഭൂകമ്പമുള്ള സമയത്ത് ഉണ്ടാകുന്ന വേവ് ഏതാ, നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലെ. ഭൂകമ്പം ഉണ്ടാകുന്ന സമയത്ത് വേവിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, അറിയാവാ. നമ്മൾ നേരത്തെ ഓപ്ഷനിലൊക്കെ വന്നതാണ്. ഭൂകമ്പ സമയത്ത് ഉണ്ടാകുന്ന, എർത്ത് ക്വൈക്ക് ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന വേവ് ആണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്, സീസ്മിക് വേവ് എന്നറിയപ്പെടുന്നത്. സീസ്മിക് വേവ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് അല്ലെ. ഇനി വിച്ച് സ്കെയിൽ ഈസ് വിച്ച് സ്കെയിൽ ഈസ് ദ ഇന്റൻസിറ്റി ഓഫ് ആൻ എർത്ത് ക്വൈക്ക് ഈസ് മെഷേർഡ്. അതാ സാധാരണ സെന്റിമീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് ഭൂകമ്പത്തിന്റെ തീവ്രത അല്ലെങ്കിൽ ഇന്റൻസിറ്റി അളക്കാൻ പറ്റുമോ അല്ലെ. സാധാരണ സെന്റിമീറ്ററിന്റെ സ്കെയിൽ വെച്ചിട്ടോ കിലോമീറ്ററിന്റെ സ്കെയിൽ വെച്ചിട്ടോ അളക്കാൻ പറ്റൂല. അത് നമ്മൾ മെഷർ ചെയ്യുന്ന എന്ത് വെച്ചിട്ടാണ് ഓർമ്മ ഉണ്ടാ, റിക്ടർ സ്കെയിൽ വെച്ചിട്ടാണ് നമ്മൾ എന്താക്കുക, ഈ ഇന്റൻസിറ്റി എർത്ത് ക്വൈക്കിന്റെ ഇന്റൻസിറ്റി എന്താക്കാം, മെഷർ ചെയ്യാം അല്ലെ. നമ്മൾ ഭൂകമ്പമൊക്കെ ഉണ്ടായാൽ ജപ്പാനിൽ അല്ലെങ്കിൽ ഭൂട്ടാനിൽ റിക്ടർ സ്കെയിലിൽ 4.2 രേഖപ്പെടുത്തി അല്ലെങ്കിൽ 7.8 രേഖപ്പെടുത്തി എന്നൊക്കെ പേപ്പറിൽ കാണും അല്ലെ. അപ്പൊ എർത്ത് ക്വൈക്കിന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്യുന്ന സ്കെയിലിന്റെ പേര് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം, റിക്ടർ സ്കെയിലാണ് ആരുടെ ഇന്റൻസിറ്റി മെഷർ ചെയ്യുക, നമ്മൾ എർത്ത് ക്വൈക്കിന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്യുക. അപ്പൊ റിക്ടർ സ്കെയിലാണ് എർത്ത് ക്വൈക്കിന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്യുക. എർത്ത് ക്വൈക്ക് ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന വേവ് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുക, ഏതാണ്, സീസ്മിക് വേവ് ആണ്. ആ വേവിനെ കോമൺ ആയിട്ട് അറിയപ്പെടുന്ന പേരാണ് എന്ത്, സീസ്മിക് വേവ്. ഓക്കെ, അങ്ങനെ ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സിറ്റുവേഷൻ എക്കോ ഈസ് ഹിയർഡ്. അല്ലെ, ഓൾറെഡി പറഞ്ഞതാണ്. എക്കോ കേൾക്കണേ, ഓപ്പൺ സ്പേസ് ഹാവിങ് നോ ഒബ്സ്റ്റക്കിൾസ്. കേൾക്കോ എടാ, എന്തെങ്കിലും ഒരു തടസ്സം വേണം. ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്ന സൗണ്ട് വീടിന് അങ്ങോട്ടേക്ക് പോയി ഒന്നുമ്പോൾ തട്ടി തിരിച്ചു വരണം. ഒരു തടസ്സവും അവിടെ എന്ത് കേൾക്കാൻ ചാൻസ് ഇല്ല, നമ്മൾ എക്കോ കേൾക്കാനുള്ള ചാൻസ് അവിടെ എന്താ, വളരെ കുറവാണ്. ഓപ്പൺ സ്പേസ് ഹാവിങ് നോ ഒബ്സ്റ്റക്കിൾസ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എക്കോ കേൾക്കാനുള്ള ചാൻസ് എന്താടാ, വളരെ കുറവാണ്. ഇനി എ സ്മൂത്ത് റിഫ്ലക്റ്റിംഗ് സർഫസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് മോർ ദാൻ 17.5 മീറ്റർ. നമ്മൾ 17.5 മീറ്റർ വന്നേ. സ്മൂത്ത് റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് വന്നേക്ക്. സ്മൂത്ത് റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് വെച്ചാൽ എന്തായാലും റിഫ്ലക്ഷൻ സംഭവിക്കും അല്ലെ. അങ്ങോട്ടേക്ക് പോയ ചങ്ങായി തിരിച്ച് ഇങ്ങോട്ടേക്ക് വരും. അപ്പൊ എന്തായാലും എക്ക വെക്കാനുള്ള ചാൻസ് ഉണ്ട്. ദൂരം ഒരു പറഞ്ഞിക്ക് എത്രയാ, 17.5 മീറ്ററിനേക്കാണ് കൂടുതലാ. അപ്പൊ ഈ ഓപ്ഷൻ എന്താടാ, ഈ ഓപ്ഷനും ശരിയാണ്. The reflected sound reaches the listener after 0.1 second. അപ്പൊ രണ്ടാമത്തെ കണ്ടീഷൻ പറഞ്ഞാൽ ഓർമ്മ ഉണ്ടാ, ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.1 ആ. ഒന്നെങ്കിൽ ടി 0.1 തുല്യമായിരിക്കണം, അല്ലെങ്കിൽ അതിനേക്കാണ് കൂടുതലായിരിക്കും. ആഫ്റ്റർ 0.1 എന്ന് വെച്ചാൽ ടി ഇവിടെ ആയിരിക്കും തുല്യ, 0.1 തുല്യ. ടി ഇവിടെ ആയിരിക്കും തുല്യാണ്, 0.1 തുല്യ.
അല്ല അതിനേക്കാളും കുറച്ച് കൂടുതലാണ്. അപ്പൊ എനിക്ക് എന്തായാലും പറയാൻ പറ്റും ഇവിടെ എന്ത് കേൾക്കാൻ പറ്റും, ഇവിടെ എന്ത് കേൾക്കാൻ പറ്റൂടാ, ഇവിടെ എന്ത് കേൾക്കാൻ പറ്റും, എക്കോ കേൾക്കാൻ പറ്റും അല്ലേ? ശ്രദ്ധിക്കണേ, കണ്ടീഷൻ ശ്രദ്ധിക്കണേ. എന്തിന്റെ കേസിൽ മാത്രം, എയറിന്റെ കേസിൽ മാത്രം ടൈം 0.1 അതിനേക്കാളും കൂടുതലാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്താ, എക്കോ കേൾക്കും അല്ലെ? വാട്ടറിലാണെങ്കിലോ, അല്ലെങ്കിൽ ഞാനിപ്പോ കോക്കനട്ട് വാട്ടറിന്റെ ഉള്ളിൽ, സ്വിമ്മിംഗ് പൂളിന്റെ ഉള്ളിൽ പോയി ഇങ്ങനെ മുങ്ങി നിന്നിട്ട് സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഞാൻ പറയാണ് 0.1 ശേഷം എക്കോ കേൾക്കും വെച്ചാൽ കൺസെപ്റ്റ് തെറ്റാ. നമ്മുടെ ടൈമിന് വേറെ വാല്യൂ ആണ്. എയറിൽ ജനറൽ ആയിട്ട് പറയാൻ പറ്റും 0.1 അതിനേക്കാളും കൂടുതലോ ആണ് ടൈമെങ്കിൽ നമുക്ക് അവിടെ ആരെ കേൾക്കാൻ പറ്റൂടാ, എക്കോ കേൾക്കാൻ പറ്റും. സോ ഓപ്ഷൻ സി എന്താണ്, കറക്റ്റ് ആണ്. ഓപ്ഷൻ സി എന്താണ്, കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എന്താ അടുത്തേ പറയാം അല്ലെ? കുറച്ച് ന്യൂമറിക്കലാണ്, നമുക്ക് അടുത്തേ പറയാം, അല്ലാണ്ട് വീഡിയോ ലെങ്തി ആയിപ്പോ. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ പഠിക്കുക, ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ഓക്കെ.